നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 23 തിങ്കളാഴ്ചയാണ്. നമ്മളെല്ലാവരും ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും വലിയ ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. വിപണിയിൽ സാന്റ റാലി ഇന്ന് ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. വെള്ളിയാഴ്ച പുറത്തുവന്ന പണപ്പെരുപ്പ് റിപ്പോർട്ടും ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങളും പലിശ നിരക്കുകളുടെ ആശങ്കകൾ ലഘൂകരിച്ചതിനെ തുടർന്ന് 2 സെഷനുകളിൽ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച റാലി നടത്തി. പുതിയ ഇൻഫ്ലേഷൻ റിപ്പോർട്ടായ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ് വെള്ളിയാഴ്ച പുറത്തു വന്നത്. ആനുവൽ ബേസിസിൽ 2.4% ഉയർന്നത്. എക്സ്പെക്ട് ചെയ്തിരുന്നത് 2.5%. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡൗ ജോൺസ് 1.18%, S&P 500 1.09%, നാസ്ഡാക്ക് 1.03% ഉയർന്നു. US ലിസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 2.95% ഇടിഞ്ഞു, വിപ്രോ 1.62% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.76% നേട്ടമുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 1.65% നേട്ടവും ഉണ്ടാക്കി. യൂറോപ്യൻ മാർക്കറ്റും വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് ഇടിവിൽ തന്നെയായിരുന്നു. സ്വർണം 1% മുകളിൽ നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബിറ്റ്കോയിനിൽ നല്ലൊരു ഫോളാണ് കണ്ടത്. $94,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് 160 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. ഇനി നമ്മുടെ ട്രേഡിംഗ് ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ട്രേഡിംഗ് ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ഷെയർ ചെയ്യാറുള്ളത് നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാ സ്റ്റുഡൻസും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ലൈക്ക് വളരെ കുറവാണ്. 200 ലൈക്കുകളാണ് ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ശനിയാഴ്ചയായിരുന്നു നമ്മുടെ GST കൗൺസിൽ മീറ്റിംഗ് അവസാനിച്ചത്. ഈ യോഗത്തിൽ വന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നോക്കാം. ഗിഫ്റ്റ് വൗച്ചറുകൾക്ക് GST ഇല്ല. ചില്ലറ വ്യാപാരികൾ നൽകുന്ന സമ്മാന വൗച്ചറുകൾ GSTയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു തീരുമാനം, ഉപയോഗിച്ച കാറുകൾക്ക് 18% GST ഏർപ്പെടുത്തി. ഇനി നികുതി കുറച്ച കാര്യങ്ങൾ നോക്കിയാൽ ഫോർട്ടിഫൈഡ് റൈസ് കർണറുകളുടെ GST 18% നിന്ന് 5% കുറച്ചു. ജീൻ തെറാപ്പി GSTയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കുരുമുളക്, ഉണക്കമുന്തിരി എന്നിവ കർഷകരുടെ വിൽപ്പനയ്ക്ക് നികുതി ഇളവ് ലഭിച്ചു. ലോൺ പേനൽ ചാർജുകൾ, ബാങ്കുകളുടെയും NBFCകളും നൽകുന്ന പിഴ ചാർജുകൾക്ക് GST ഇല്ല. ഇനി നമ്മൾ ശ്രദ്ധാപൂർവം ഉറ്റുനോക്കിയിരുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ, ഇ-കൊമേഴ്സ് വഴിയുള്ള ഫുഡ് ഡെലിവറി, ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്ക് ഉടനടി നികുതി ഇളവില്ല എന്നുള്ള തീരുമാനമാണ് പുറത്തു വന്നത്. ഇനി ഇതുവഴി നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികളുടെ പേരൊന്ന് നോക്കിയാൽ ജീൻ തെറാപ്പി എക്സംഷൻ ലഭിക്കുന്നത് കാരണം തന്നെ ചില ബയോടെക് കമ്പനികളായ ബയോകോൺ, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, സൈഡസ് ലൈഫ് സയൻസ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സായ അപ്പോളോ ഹോസ്പിറ്റൽ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഫോർട്ടിഫൈഡ് റൈസ് പ്രോഡക്ട്സിന് ടാക്സ് കട്ടുണ്ട്. അത് KRBL, LT ഫുഡ്സ്, കോഹിനൂർ ഫുഡ്സ് തുടങ്ങിയവയ്ക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഇവിടെ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. മറ്റൊരു മുഖ്യമായ വാർത്ത ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, NSE 16 സെക്യൂരിറ്റികൾ F&O സെഗ്മെന്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഫെബ്രുവരി 28 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. ഈ 16 സ്റ്റോക്കുകളായിട്ട് വരുന്നത് അബൌട്ട് ഇന്ത്യ, അതുൽ, ബാറ്റ ഇന്ത്യ, കാൻഫിൻ ഹോംസ്, കോറമണ്ടൽ ഇന്റർനാഷണൽ, സിറ്റി യൂണിയൻ ബാങ്ക്, ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസർ, ഗുജറാത്ത് ഗ്യാസ്, ഇന്ത്യ മാർട്ട്, IPCA ലബോറട്ടറീസ്, ഡോക്ടർ ലാൽപത് ലാബ്സ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നവിൻ ഫ്ലോറിൻ, PVR ഇനോക്സ്, സൺ TV നെറ്റ്വർക്ക്, യുണൈറ്റഡ് ബ്രിവറീസ് തുടങ്ങിയവയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഓറാബിൻഡ ഫാർമയാണ്. കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള സ്റ്റെപ്പ് ഡൗൺ ഉപസ്ഥാപനമായ കുറാടെക് ബയോളജിക്സ് SRO ബെവ്ഗോൾഗയ്ക്കായി UK മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ റെഗുലേറ്ററി ഏജൻസി മാർക്കറ്റിംഗ് അംഗീകാരം നൽകിയിട്ടുണ്ട്. മറ്റൊരു കമ്പനി ഫോർട്ടിസ് ഹെൽത്ത് കെയർ ആണ്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് 429.37 കോടി രൂപയ്ക്ക് 59.7 ലക്ഷം ഇക്വിറ്റി ഓഹരികൾ കമ്പനി ഏറ്റെടുത്തു. മറ്റൊരു കമ്പനി അൾട്രാടെക് സിമെന്റ് ആണ്. ഇന്ത്യ സിമെന്റിന്റെ പ്രധാന ഓഹരികൾ വാങ്ങാനുള്ള അൾട്രാടെക് സിമെന്റിന്റെ പദ്ധതിക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI അംഗീകാരം നൽകി. ഇന്ത്യ സിമെന്റിന്റെ 32.72% ഓഹരികൾ അൾട്രാടെക് അതിന്റെ പ്രൊമോട്ടർമാരിൽ നിന്നും വാങ്ങും. അടുത്തത് TCS ആണ്. TCSന്റെ അനുബന്ധ സ്ഥാപനമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആഫ്രിക്ക TCS ദക്ഷിണാഫ്രിക്കയിലെ തങ്ങളുടെ 30% ഓഹരികൾ ഇസിസിക്കോളോ സേതു ട്രസ്റ്റിന് വിൽക്കാൻ സമ്മതിച്ചു.
അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് ഡിജിറ്റൽ ഹെൽത്ത് $10 മില്യൺ ഹെൽത്ത് അലയൻസ് ഗ്രൂപ്പ് ഇങ്ക് എന്ന കമ്പനിയുടെ 45% ഇക്വിറ്റി ഓഹരികൾ സ്വന്തമാക്കാൻ ഒരു കരാറിൽ ഏർപ്പെട്ടു. US ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് HIGI. അടുത്തത് NTPC ഗ്രീൻ എനർജി. ബീഹാറിൽ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ സ്ഥാപിക്കുന്നതിനായി കമ്പനി ബീഹാർ സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇന്ന് FNS സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ RBL ബാങ്ക്, ബന്ധൻ ബാങ്ക്, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, സെയിൽ തുടങ്ങിയവയാണ്. ഇനി FIDE ആക്ടിവിറ്റിയാണ്. FIS 3597 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 1374 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്യുന്നത്. ഫെഡിന്റെ പോളിസി അനൗൺസ്മെന്റിന് ശേഷം വീണ്ടും FIS കൂടുതലായി സെല്ലിംഗ് മോഡിലേക്ക് പോകുന്നുണ്ടോ എന്ന് തന്നെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. വെള്ളിയാഴ്ചത്തെ US മാർക്കറ്റിന്റെ റാലിക്ക് ശേഷം ക്രിസ്മസ് ആഴ്ച ആരംഭിക്കുന്നതോടുകൂടി ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്ന് പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1% അടുത്ത് നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 1.04% നേട്ടത്തിലും സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,791 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 160 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്കാണ്. ആദ്യം ഡിസംബർ 23 തിങ്കളാഴ്ച UK നിന്നും GDP ഗ്രോത്ത് റേറ്റ് പുറത്തു വരുന്നുണ്ട്. അന്നേ ദിവസം തന്നെ യൂണിമാക് എയ്റോസ്പേസ് IPO ഓപ്പൺ ആകുന്നു സബ്സ്ക്രിപ്ഷന് വേണ്ടി. ഇനി ബുധനാഴ്ച നമ്മൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ആണ്. അന്ന് NSEയും BSEയും ഹോളിഡേ ആയിരിക്കും. ഇനി വ്യാഴാഴ്ച ഡിസംബർ 26 US നിന്നും വീണ്ടും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ പുറത്തു വരും. വെള്ളിയാഴ്ച ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റയുമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഒത്തിരിയേറെ സെൻട്രൽ ബാങ്കുകളുടെ ഡിസിഷനുകൾ പുറത്തു വന്ന ഒരാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് US നിന്നുമുള്ള ഡിസിഷൻ ഗ്ലോബൽ മാർക്കറ്റുകളെ തന്നെ ബാധിക്കുകയുണ്ടായി. എന്നാൽ ഈ ആഴ്ച അത്ര കാര്യമായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരാഴ്ചയല്ല എന്ന് തന്നെ കാണാം. ഓയിൽ പ്രൈസുകളിലേക്ക്. US പണപ്പെരുപ്പം കുറഞ്ഞതും ചൈനീസ് ഡിമാൻഡും പലിശ നിരക്ക് കുറയ്ക്കും എന്ന പ്രതീക്ഷകളും കാരണം എണ്ണവിലയിൽ വെള്ളിയാഴ്ച മാറ്റമുണ്ടായില്ല. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $72.89 പെർ ബാരൽ എന്ന നിലയിൽ 0.45% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $69.81 പെർ ബാരൽ എന്ന നിലയിൽ 0.50% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക്. ഒരു വേഴ്സ്റ്റ് ഫാൾ തന്നെയായിരുന്നു വെള്ളിയാഴ്ച കാണാൻ കഴിഞ്ഞത്. 23,587 364 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. ഈ ഒരു പ്രത്യേക പോയിന്റിൽ നിന്നും നിഫ്റ്റി റിവേഴ്സ് ചെയ്യാനുള്ള ചില സാധ്യതകളുണ്ട്. അത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ചില വലിയ നെഗറ്റീവ്സിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ക്യാൻഡിൽ പരിശോധിച്ചാൽ ഒരു ബിയറിഷ് മൊറബസു ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് നല്ല ബിയറിഷ്നെസിന്റെ സൂചന തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ആഴ്ച 200 EMIക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അതും വലിയൊരു നെഗറ്റിവിറ്റി തന്നെയാണ്. പക്ഷേ പാസ്റ്റ് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ 200 EMIയിൽ നിന്നും ഒരു പുൾ ബാക്ക് നമുക്ക് എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ഇനി നിഫ്റ്റിയുടെ പുൾ ബാക്കിനുള്ള സാധ്യത നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണിലാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നവംബർ അവസാനം ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചു കയറിയത്. കൂടാതെ അന്ന് ആ സോണിലും നമ്മൾ വരച്ചിരിക്കുന്ന ആ സോണിലും നിഫ്റ്റി ടച്ച് ചെയ്തിരുന്നു. പിന്നീട് ഇതേ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യുന്നത് 2024 ജൂൺ മാസത്തിലാണ്. അന്നും നിഫ്റ്റിയിൽ ഒരു പുൾ ബാക്ക് ലഭിച്ചിരുന്നു. ഇനി കുറച്ചുകൂടി പഴയ ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ 2023 ഒക്ടോബർ മാസത്തിലും ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി തിരിച്ചു കയറിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് മുൻപ് പലതവണ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഒത്തിരിയേറെ ഫാക്ടേഴ്സ് ഇപ്പോൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീക്ക്ലി ക്യാൻഡിൽ, അതുപോലെ വീക്ക്ലി ബിയറിഷ് വോളിയമാണ് ഇപ്പോൾ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലുള്ളത്. അതൊക്കെ ബിയറിഷ്നെസിന്റെ സൂചനകൾ തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനോടുകൂടെ ഇപ്പോൾ നമുക്ക് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ഒന്ന് നോക്കാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ ആദ്യത്തെ സ്ട്രൈക്ക് 25,000 അതിനുശേഷം 24,500 അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. എന്നാൽ കോൾ സൈഡിലെ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500. ഇനി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കാം. അതുവഴി ഇപ്പോൾ മാർക്കറ്റ് ബുൾസിനെയാണോ ബിയേഴ്സിനെയാണോ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബിയേഴ്സിനെ തന്നെ ആവും എന്നറിയാം. എന്നിരുന്നാലും നമുക്ക് ആ
ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യാം. 23,600 സ്ട്രൈക്ക് ATM സ്ട്രൈക്കിൽ 18% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 1,677% വർധനവാണ് കാണുന്നത്. ഒരു വളരെ വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണത്. അടുത്ത് 23,550 സ്ട്രൈക്കിൽ 147% വർധനവ് ഒരു ലോങ് ബിൽഡപ്പ് കാണാം. എന്നാൽ കോൾ സൈഡിൽ 1,228% വളരെ ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണുള്ളത്. അടുത്തത് 23,650 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 74% വർധനവ് കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 4,316% വർധനമാണ് കാണുന്നത്. വളരെ വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിലും കാണുന്നത് എന്ന് കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് വളരെ ശക്തമായി നിൽക്കുന്നതെന്ന് കാണാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. 50,759 816 പോയിന്റ്സ് അഥവാ 1.58% ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ഇടിയുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഇനി ഈ ഒരു സോണിൽ നിന്നുള്ള പുൾ ബാക്കിന്റെ സാധ്യതകൾ നോക്കിയാൽ കഴിഞ്ഞ മാസം, അതായത് നവംബറിൽ ഇതേ സോണിൽ നിന്ന് ടച്ച് ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി തിരിച്ചു കയറുകയുണ്ടായിരുന്നു. അതിനു മുൻപ് ജൂൺ മാസത്തിൽ 2024 ജൂൺ മാസത്തിലും ഇതുപോലൊരു പുൾ ബാക്ക് നമുക്ക് ഈ സോണിൽ നിന്ന് ലഭിച്ചതാണ്. കൂടാതെ 2023 നവംബർ മാസത്തിലും ഒരു പുൾ ബാക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു മൊറബസു ക്യാൻഡലിന് സമാനമായ ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. പക്ഷേ ആവറേജ് വോളിയത്തേക്കാൾ കുറഞ്ഞ ബിയറിഷ് വോളിയമാണ് ഉള്ളത് എന്നതൊരു ആശ്വാസകരമായ കാര്യമാണ്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000 ആണ്. അതിനുശേഷം 53,500 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000 ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലും കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം അതിനുശേഷം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉമാണ്. ഇനി പൊതുവിൽ മാർക്കറ്റ് ഇപ്പോൾ വീക്ക് ആണെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് US മാർക്കറ്റുകളിൽ നല്ല റിക്കവറി കണ്ട ദിവസമായിരുന്നു വെള്ളിയാഴ്ച രാത്രി. അതായത് വെള്ളിയാഴ്ച പുറത്തു വന്ന PCE ഡാറ്റയ്ക്ക് ശേഷം US മാർക്കറ്റുകൾ വലിയ രീതിയിൽ മുന്നേറിയിരുന്നു. ഇത് ഗിഫ്റ്റ് നിഫ്റ്റിക്ക് കൂടുതൽ ഊർജ്ജം പകരുകയുണ്ടായി. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇനി ഇന്ത്യ വിക്സ് വീണ്ടും ഉയരുകയുണ്ടായി. 15.07-ൽ 3.88% ഉയർന്നാണ് ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ വീണ്ടും കാണാം. ഏവർക്കും നന്ദി.